ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും കെ പി ടേസ്റ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഉമ്മമാരൊക്കെ നമുക്ക് ഉണ്ടാക്കി തരുന്ന ഒരു നാടൻ പലഹാരമാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആവശ്യമുള്ളൂ. തേങ്ങയും ചെറിയ ഉള്ളിയും നമുക്കൊന്ന് ചതച്ചെടുക്കാം. ചെറിയ ജീരകം, എള്ള് എന്നിവ നമുക്ക് ഇതിലേക്ക് എടുക്കേണ്ടതുണ്ട്. എള്ളിന് പകരമായി നമുക്ക് കരിഞ്ജീരകവും എടുക്കാം. എൻ്റെ അടുത്ത് എള്ളായിരുന്നു ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. ഒരു പാത്രത്തിലേക്ക് കുറച്ച് പൊടിയിട്ട് നമുക്കിത് ചുടുവെള്ളം ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കണം. പണ്ടു കാലത്തെ നമ്മുടെ ഉമ്മമാരൊക്കെ ഉണ്ടാക്കി തരുന്ന ഒരു പലഹാരമാണിത്. അതീവ സ്വാദിഷ്ടമാണിത്. കറുമുറ നമുക്ക് തിന്നാം. വളരെ എളുപ്പത്തിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തുണ്ടാക്കുന്ന ഈ പലഹാരം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിരിക്കും. ഇത്തരം നാടൻ വിഭവങ്ങളാണ് ഈ ചാനലിൽ അധികവും ഉണ്ടാക്കാറുള്ളത്. ചൂടോടെ തന്നെ ഈ പൊടി കുഴച്ചെടുക്കണമെങ്കിൽ നമുക്ക് നല്ല കുഴലപ്പം ഉണ്ടാക്കാൻ കഴിയൂ. നമ്മുടെ പൊടി പകുതി കുഴച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ചെറിയ ജീരകം, എള്ള് എന്നിവ ചേർക്കാം. എള്ളോ ജീരകമോ ഒക്കെ ചേർക്കുമ്പോൾ ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മളെല്ലാം ഇത് കുഴച്ചെടുത്ത് കഴിഞ്ഞ് ഇത് നമുക്ക് ചെറിയ ചെറിയ നാരങ്ങ വലിപ്പത്തിലുള്ള ഉരുളകളാക്കിയെടുക്കാം. ഇത്തരത്തിലുള്ള നാടൻ വിഭവങ്ങളുടെ പലഹാരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഉരുളകളാക്കി കഴിഞ്ഞു. നമുക്കിനി ഇത് പരത്താം. പത്തിരി പ്രസ് എടുത്തിട്ട് ഓരോന്ന് പതുക്കെ ഇതൊന്ന് അമർത്തി കൊടുത്താൽ മതി. അവിടുന്ന് തന്നെ നമുക്കിത് കുഴലപ്പമാക്കി മാറ്റാം. കുഴൽ പോലെയുള്ള അപ്പമായിട്ടാണ് ഇത് കുഴലപ്പം എന്ന് പറയുന്നത്. അവിടെ തന്നെ ഉരുട്ടുമ്പോൾ നമുക്കിത് വളരെ ഈസി ആയിരിക്കും. ചെറിയ പത്തിരിയാക്കിയതിന് ശേഷം നമുക്കിത് കൈവിരലിലും ഇങ്ങനെ ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ കുഴലെടുത്ത് അതിന്മേൽ മുകളിലിട്ടും നമുക്കിതിങ്ങനെ പരത്തിയെടുക്കാം. പത്തിരി ഉണ്ടാക്കുന്ന പ്രസ്സിന്മേൽ വെച്ച് തന്നെ നമുക്കിതിങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ വളരെ ഈസി ആയിരിക്കും. നമുക്കിതൊക്കെ പരത്തിയെടുത്തെല്ലാം നമുക്ക് കുഴലപ്പങ്ങളൊക്കെ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. നല്ല തീയിലിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഇത് വേവിക്കേണ്ടതുണ്ട്. എങ്കിലേ മാത്രമേ ഇത് നല്ല മൊരിഞ്ഞു കിട്ടുകയുള്ളൂ. അധികം വെളിച്ചെണ്ണയൊന്നും ഇതിനാവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വളരെ ഈസിയായി സ്വാദിഷ്ടമായി ഉണ്ടാക്കാൻ പറ്റിയൊരു പലഹാരമാണിത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്കിട്ട് ഒന്ന് മറിച്ചിടേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. പിന്നീട് നമുക്കിത് മുരിഞ്ഞ് കിട്ടും. 2 കപ്പ് പൊടി കൊണ്ട് നമുക്കിതിൽ 10-40 എണ്ണം ഉണ്ടാക്കാൻ സാധിക്കും. വീട്ടിലേക്ക് അതിഥികളൊക്കെ വന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു പലഹാരമാണിത്. കറുമുറയെ കഴിക്കാൻ നല്ല രസമാണ് ഈ പലഹാരം. കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണിത് കുഴലപ്പം. കറുമുറയെ കഴിക്കാം എന്നതാണ് ഇതിന് കാരണം. അരിയും ജീരകവും എള്ളും എല്ലാം ചേർത്തതിനാൽ ഏറെ ആരോഗ്യപ്രദമായ ഒന്നാണിത്. പുറത്തു നിന്ന് വാങ്ങുന്നതിനേക്കാളും വീട്ടിൽ ഉണ്ടാക്കുന്നത് ഗുണമേറും. ഇതിൻ്റെ നിറം ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കിത് പൊരിച്ചെടുക്കണം. വളരെ എളുപ്പത്തിലുണ്ടാക്കാം എന്നതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ എല്ലാം നാം പൊരിച്ചെടുത്ത് കഴിഞ്ഞു. നമുക്ക് കുറച്ച് കറിവേപ്പില ഈ വെളിച്ചെണ്ണയിൽ തന്നെ ഇടാം. കറിവേപ്പില മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് വെളിച്ചെണ്ണയിൽ നിന്നും കോരിയെടുക്കാം. പൊരിച്ചെടുത്ത എല്ലാം നമുക്ക് ഒരു പാത്രത്തിലേക്കിടാം. ഇത് ഓരോന്നെടുത്ത് കറുമുറ കഴിക്കാൻ നല്ല രസമായിരിക്കും. കാണാനും തിന്നാനും രസമുള്ള ഈ പലഹാരം ആരും ഉണ്ടാക്കാതിരിക്കരുത്. ഒരിക്കലെങ്കിലും ഇതുണ്ടാക്കി നോക്കണം. നമ്മുടെ കുഴലപ്പം ഉണ്ടാക്കി കഴിഞ്ഞ് നമുക്കിത് കഴിച്ചു നോക്കാം. എന്താ രസം കറുമുറ കഴിക്കാൻ. നിങ്ങളുടെ വിലയേറിയ സമയം ഇതിനു വേണ്ടി ചെലവഴിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു ഫോർ വാച്ചിങ്.